അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂറത്ത് ശുഅറയിൻ്റെ 15-ാം വാക്യം മുതലുള്ള ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലിദാലിക ഫദ്ഉ വസ്തഖിം കമാ ഉമിർത വലാ തത്തബി അഹ്വാഅഹും വഖുൽ ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ് വഉമിർതു ലിയഅദില ബൈനകും അല്ലാഹു റബ്ബുനാ വറബ്ബുക്കും ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും ലാ ഹുജ്ജത ബൈനനാ വബൈനകും അല്ലാഹു യജ്മഉ ബൈനനാ വഇലൈഹിൽ മസ്വീർ. ഫലിദാലിക ഫദ്ഉ, അതുകൊണ്ട് അതിലേക്ക് ജനങ്ങൾ ക്ഷണിക്കണം. ഫലിദാലിക ഫദ്ഉ, അതുകൊണ്ട് അതിലേക്ക് ക്ഷണിക്കണം. വസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കൾ നേരെ നിൽക്കണം. വലാ തത്തബി അഹ്വാഅഹും, അവരുടെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിന്തുടരരുത്. വഖുൽ, നിങ്ങൾ പറയണം, ആമൻതു, ഞാൻ വിശ്വസിക്കുന്നു, ബിമാ അൻസലല്ലാഹ് മിൻ കിതാബിൻ, അല്ലാഹു ഇറക്കിയ കിതാബുകളിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയണം. വ ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ലിയഅദില ബൈനക്കും, നിങ്ങൾക്കിടയിൽ നീതി പാലിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുനാ വ റബ്ബുക്കും, അല്ലാഹു ഞങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ കൂടി രക്ഷിതാവാണ്. ലനാ അഅ്മാലുനാ, ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്ത അമലുകളുണ്ട്. വലക്കും അഅ്മാലുക്കും, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പ്രവൃത്തികളുമുണ്ട്. ലാ ഹുജ്ജത ബൈനനാ വ ബൈനക്കും, നമുക്കിടയിൽ യാതൊരു തർക്കവും ഇല്ല. അല്ലാഹു യജ്മഉ ബൈനനാ, അല്ലാഹു നമുക്കിടയിൽ ഒരുമിച്ച് കൂട്ടും. വഇലൈഹിൽ മസ്വീർ, അവനിലേക്കാണ് മടക്കം. ഈ ആയത്തിൻ്റെ ആശയം നമുക്കിങ്ങനെ വായിക്കാം. അതുകൊണ്ട് ആ തത്വത്തിലേക്ക് താങ്കൾ ജനങ്ങളെ ക്ഷണിക്കുകയും കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കൾ ശരിക്ക് ചൊവ്വായി നിലകൊള്ളുകയും ചെയ്യുക. അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടരരുത്. അവരോടിങ്ങനെ പറയണം, അല്ലാഹു അവതരിപ്പിച്ച എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഞങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾക്കിടയിൽ നീതി പാലിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതും നിങ്ങൾക്ക് നിങ്ങളുടേതും കർമ്മഫലങ്ങൾ സ്വന്തമാണ്. ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു തർക്കവുമില്ല. അല്ലാഹു നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടും. അവങ്കലേക്ക് തന്നെയാണ് എല്ലാവരുടെയും മടക്കം. വല്ലദീന യുഹാജ്ജൂന ബില്ലാഹി മിൻ ബഅദി മസ്തുജീബ ലഹും ഹുജ്ജത്തുഹും ദാഹിറത്തുൻ ഇൻദ റബ്ബിഹിം വഅലൈഹിം ഗളബുൻ വലഹും അദാബുൻ ശദീദ്. വല്ലദീന യുഹാജ്ജൂന ബില്ലാഹ്, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ തർക്കമുന്നയിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ. മിൻ ബഅദി മസ്തുജീബ ലഹു, അല്ലാഹുവിൻ്റെ മതത്തിന് സ്വീകരണം ലഭിച്ച ശേഷം, ഹുജ്ജത്തുഹും ദാഹിലത്തുൻ ഇൻദ റബ്ബിഹിം, അവൻ്റെ ന്യായവാദങ്ങൾ ഫലശൂന്യമാണ് തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ. അലൈഹിം, അവരുടെ മേലുണ്ട്, ഗളബുൻ, കോപമുണ്ട്, വലഹും അദാബുൻ ശദീദ്, അവർക്ക് അതികഠിനമായ ശിക്ഷയുമുണ്ട്. അള്ളാഹുവിൻ്റെ മതത്തിന് സ്വീകരണം ലഭിച്ച ശേഷം
അതിനെക്കുറിച്ച് തർക്കിക്കുന്നവർ, അവരുടെ ന്യായവാദങ്ങൾ തങ്ങളുടെ നാഥന്റെ പക്കൽ ഫലശൂന്യമാണ്. അവരുടെ മേൽ കോപവും അവർക്ക് കഠിനമായ ശിക്ഷയുമുണ്ട്. അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖി വൽ മീസാൻ വമാ യുദ്രീക ലഅല്ല സ്സാഅത ഖരീബ്. അല്ലാഹുല്ലദീ, അല്ലാഹു ഒരുത്തനാണ്, അൻസലൽ കിതാബ ബിൽ ഹഖി, സത്യസമേതമായി വേദഗ്രന്ഥം ഇറക്കിയത് അവനാണ്, വൽ മീസാൻ, നീതിയും ഇറക്കിയത് അവനാണ്. വമാ യുദ്രീക, നിങ്ങൾക്ക് എങ്ങനെയാണ് അറിവ് ലഭിക്കുന്നത്, ലഅല്ല സ്സാഅത ഖരീബ്, അന്ത്യസമയം അടുത്തതായിരിക്കാം. അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖി വൽ മീസാൻ വമാ യുദ്രീക ലഅല്ല സ്സാഅത ഖരീബ്. സത്യസമേതം വേദഗ്രന്ഥവും നീതിയും ഇറക്കിയവനാണ് അല്ലാഹു. താങ്കൾക്ക് എങ്ങനെ അറിവ് ലഭിക്കുന്നു, അന്ത്യസമയം അടുത്തതായിരിക്കാം. യസ്തഅ്ജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹാ വല്ലദീന ആമനൂ മുശ്ഫിഖൂന മിൻഹാ വയഅലമൂന അന്നഹൽ ഹഖ് അലാ ഇന്നല്ലദീന യുമാറൂന ബിസ്സാഅതി ലഫീ ളലാലിൻ ബഈദ്. യസ്തഅ്ജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹാ, അവസാന നാളിൽ വിശ്വസിക്കാത്തവർ അതിനു വേണ്ടി തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. യസ്തഅ്ജിലു ബിഹാ, അവസാന നാളിന് വേണ്ടി, അന്ത്യസമയത്തിന് വേണ്ടി തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ലദീന ലാ യുഅ്മിനൂന ബിഹാ, അതുകൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ. വല്ലദീന ആമനു, എന്നാൽ സത്യവിശ്വാസികളോ, മുശ്ഫിഖൂന മിൻഹാ, അതിനെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വയഅലമൂന അന്നഹുൽ ഹഖു, അത് സത്യമാണെന്ന് അവർക്കറിയുകയും ചെയ്യാം. അലാ, അറിയണേ, ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅത്തി, അന്ത്യനാളിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്ന കൂട്ടരുണ്ടല്ലോ, ലഫീ ളലാലിൻ ബഈദ്, വിദൂരമായ വഴികേടിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവസാന നാളിൽ വിശ്വസിക്കാത്തവർ അതിന് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൽ വിശ്വസിക്കുന്നവർ അതിനെക്കുറിച്ച് ഭയപ്പെടുന്നവരാണ്. അത് സത്യമാണെന്ന് അവർക്കറിയുകയും ചെയ്യാം. അറിയുക, അവസാന നാളിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്നവർ വിദൂരമായ വഴികേടിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലതീഫും ബിഇബാദിഹി, അല്ലാഹു തൻ്റെ അടിമകളോട് വളരെ ദയയുള്ളവനാണ്. വഹുവൽ യർസുഖു മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആഹാരം നൽകുന്നു. വഹുവൽ ഖവിയ്യുൽ അസീസ്, അവൻ ശക്തനും അജയ്യനുമാകുന്നു. അല്ലാഹു തൻ്റെ അടിമകളോട് വളരെ ദയയുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആഹാരം നൽകുന്നു. അവൻ ശക്തനും അജയ്യനുമാകുന്നു. മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നൂതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. മൻ കാന യുരീദു ഹർസൽ ആഖിറതി, ആരെങ്കിലും പരലോക വരുമാനം ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നസിദ് ലഹു, നാം ആ വരുമാനം അവന് വർദ്ധിപ്പിച്ചു കൊടുക്കും. വമൻ കാന യുരീദു ഹർസദ് ദുനിയാ, ആരെങ്കിലും ദുനിയാവിലെ വരുമാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നൂതിഹി മിൻഹാ, നാം അവർക്ക് അതിൽ നിന്ന് കൊടുക്കും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, പരലോകത്ത് അവന് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുന്നതല്ല. ആരെങ്കിലും തൻ്റെ പ്രവർത്തനങ്ങളാൽ പരലോക വരുമാനം ഉദ്ദേശിക്കുന്നുവെങ്കിൽ,
തൻ്റെ വരുമാനത്തിൽ നാം അവന് വർധനവുണ്ടാക്കി കൊടുക്കും. ആരെങ്കിലും ഈ ലോകത്തെ വരുമാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് അതിൽ നിന്നും നാം കൊടുക്കും. പക്ഷേ പരലോകത്ത് അവന് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ദുനിയാവിലും ആഖിറത്തിലും ജീവിക്കുന്നതിന് വരുമാനം വേണം. എല്ലാവരും വരുമാനത്തിൻ്റെ പിന്നാലെയാണ്. ഏത് വയസ്സനായാലും കുട്ടിയായാലും എന്താ അവന് വരുമാനം എന്നാണ് പലരെ പറ്റി നമ്മൾ ചോദിക്കാറുള്ളത്. നമുക്ക് വേണ്ട വരുമാനം പരലോകത്താണ്. കാരണം ദുനിയാവിലെ ജീവിതം എത്ര വർഷം ജീവിച്ചാലും നശ്വരമാണ്. അതുകൊണ്ട് പരലോക വരുമാനത്തിന് വേണ്ടിയാകണം നമ്മുടെ മുഴുവൻ ഡിപ്പോസിറ്റുകളും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് കൊണ്ടുപോകാനുള്ളത് അല്ലെങ്കിൽ വലിയ ജീവിതമുള്ളത് പരലോകത്താണ്. ദുനിയാവിൽ ഏറ്റവും ചെറിയ ജീവിതമാണ്. അതുകൊണ്ട് ഏത് നിലക്കും പരലോക വരുമാനത്തിന് വേണ്ടി പരിശ്രമിച്ചവനാണ് വിജയിക്കുന്നവൻ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഒരു സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.